അപ്പോൾ ഒരുപക്ഷെ ദീപകിൻ്റെ ആത്മഹത്യ കേരളത്തിൽ ഇന്നേവരെ കാണാത്തൊരു രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ജൂലൈ മുതൽ ഇതേപോലെ സമാനമായ വിഷയത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുനീറിൻ്റെ കുടുംബമാണ്. സുനീർ 29 വയസ്സായിരുന്നല്ലോ. പോലീസുകാർ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് പറയും. എങ്ങനെയാണ് ഈ കേസിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയും. ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ ദീപകിന്റെ കുടുംബത്തെയും മറ്റുമാണ് ഓർത്തത്. ഇനിയും ദീപകിന്റെ കുടുംബം, പക്ഷേ ദീപകിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദന നമ്മളെല്ലാം കണ്ടു. അവർ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഒരുപക്ഷെ സുനീറിന്റെ ഉമ്മ നമ്മളോട് പറയും. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹത്തിലാണ് നിങ്ങൾക്കടക്കം പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ തരുന്നത്. ഓരോ ദിവസവും എനിക്ക് NBC 2 ഡസനോ 3 ഡസനോ കോളുകളെങ്കിലും വരും. ഈ എല്ലാ വിഷയങ്ങളും നമുക്ക് വ്യക്തിപരമായി ഏറ്റെടുക്കാൻ പ്രായോഗികമാണ്. ഇവിടെയാണ് നമ്മളൊരു ഹെൽപ്പ് ലൈൻ അടക്കം 26-ാം തീയതി നമ്മുടെ റിപ്പബ്ലിക് ഡേയിലെ ഒരു ഹെൽപ്പ് ലൈൻ അടക്കം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെ നിങ്ങൾ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ്. അപ്പോൾ ഉമ്മ തന്നെ യഥാർത്ഥത്തിൽ ഈ പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തതും, അതിനുശേഷം ആ പെൺകുട്ടി കൗണ്ടർ പരാതി എന്ന രീതിയിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തു. ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യിച്ചു. ആ പെൺകുട്ടി ഇവര് പരാതി കൊടുത്തുകൊണ്ട് കൗണ്ടർ പരാതിയായിട്ട് കൊടുത്താണ്. ആ പരാതി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു. പക്ഷേ ഇവരുടെ പരാതി ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് എന്നുള്ള ക്രൂരമായ അവസ്ഥയാണ്. നാളെ ഒരു ദീപക്കോ സുനീറോ നമ്മുടെ മകനോ സഹോദരനോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആകുമെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ഉമ്മ തന്നെ പറയട്ടെ. അതുകൊണ്ട് പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറേ ദിവസം മാസം കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ വിളിച്ചത് മൊഴിയെടുക്കാരെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ പറയേണ്ടതൊന്നും അല്ല അവരവിടെ എഴുതിയെടുക്കണം. ഇതനുസരിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ എഴുതിയെടുത്തിട്ട് അത് അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞ് വിട്ടിട്ട് എന്നിട്ട് ഒരു ഇത് മറുപടിയും കിട്ടിയിട്ടില്ല. കേസ് എന്തുകൊണ്ട് എടുക്കാത്തത്? അവൻ്റെ മരണമൊഴി ഉണ്ടല്ലേ, പ്രേരണാ കുറ്റത്തിന് കേസ് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം വരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു അഡ്വക്കേറ്റിനെ കാണിച്ചപ്പം അത് പ്രേരണാ കുറ്റത്തിനല്ല അവർ കേസെടുത്തിരിക്കുന്ന, സ്വാഭാവിക മരണത്തിനാണ് അവർ കേസെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതങ്ങനെ പറ്റില്ല. രണ്ടാമതൊരു പരാതി DGP കിട്ടതിന് ശേഷം ഇങ്ങനെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വീണ്ടും അവിടെ നിന്ന് മെസ്സേജ് പോയി. അവിടെ നിന്ന് വീണ്ടും എൻ്റെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു, ഇന്ന കണക്കാണെന്നുള്ളത് പറഞ്ഞിട്ട് അത് അവരോട് കട്ട് ചെയ്ത് വെച്ച്. എന്നിട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു. എന്തായി സാറേ, കേസിൻ്റെ കാര്യം എന്തായി എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ അന്വേഷിക്കണം കേട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. അവിടെ 2-3 പ്രാവശ്യം ഞങ്ങളെ പോയിട്ടും അവിടെ ഒരു പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ. അവിടെ ഉപ്പുപ്പായോ മാമായോ വേറെ ഒരു കേസുമായിട്ട് അന്വേഷിക്കുക, അവരെ വീട്ടിൽ പോയി തിരക്കുക, അവരെ നാട്ടുകാരുടെ അടുത്ത് പോയി അന്വേഷിക്കുക, ഒന്നും ചെയ്തില്ല. അതായത് ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് മൊഴിയെടുത്തിട്ട് അയൽവക്കത്തും വന്ന് മൊഴിയെടുത്തു. ഞങ്ങൾ അവളെ കൊന്നണക്കുള്ള മൊഴിയാണ് ചോദിച്ചിട്ട് പോയത്. അപ്പോൾ നമുക്കായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു മൊഴി അവരെടുത്തിട്ടില്ല. പോയി വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു ചോദിക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ അന്വേഷിക്കണം? മൊബൈലിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ അത് താമസിക്കും. ഈ സീനിയാരിറ്റി അനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇത്രയും ദിവസമായിട്ട് സീനിയാരിറ്റി ആയില്ല സാറേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇനിയും താമസിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ചോദിച്ചു, പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം. എൻ്റെ അത് അപ്പോഴാണ് പറയണം, അത് അങ്ങനെയൊന്നും കേസെടുക്കാൻ പറ്റില്ല. അതൊരു തെളിവല്ല. ഈ മരണമൊഴി ഉണ്ടല്ലേ, മരണമൊഴിയും തെളിവല്ല. അങ്ങനെയൊന്നും പറഞ്ഞ് പെട്ടെന്ന് കേസെടുക്കാൻ പറ്റില്ല. അതായത് ഒരു പെണ്ണിന് വേണ്ടിയാണ് അവരവിടെ സംസാരിച്ചത്. എൻ്റെ മോനെ കൊന്നിട്ട് അവളാണ് എൻ്റെ മോനെ കൊന്നത്. എൻ്റെ മോനെ മനഃപൂർവ്വം അവൾ കൊന്നതാണ് സ്വത്തിന് വേണ്ടി. എൻ്റെ മോനെ കൊന്നിട്ട് അവൾ വീണ്ടും ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. ഞാൻ നഷ്ടപരിഹാരം, എൻ്റെ മോനെ കൊന്നതിന് എനിക്ക് നഷ്ടപരിഹാരം തരാനുള്ളത് ഞാൻ അവർക്ക് കൊടുക്കണോ? 26 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കും? എനിക്ക് കിടക്കാടും പോലും ഇല്ല. എൻ്റെ മോനാണ് എന്നെ സംരക്ഷിച്ചുകൊണ്ട് പോയത്. 10 മാസം തോന്നി പ്രസവിച്ച് 29 വർഷം ഞാൻ മോനെ വളർത്തി എന്നെ സംരക്ഷിച്ച മോനാണ്. എൻ്റെ മോൻ 2 വർഷം കൊണ്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചതല്ലേ. വേണ്ടമ്മ പറ്റില്ല അമ്മ വേറെ നോക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് കെട്ടിച്ചു കൊടുത്ത് 3 അന്നോട്ട് അവനെ പീഡനമായിരുന്നു. അവനിക്ക് നിരന്തരം പീഡനമായിരുന്നു. അവനെ ഒരുപാട് ഉപദ്രവിക്കുക എല്ലാം ചെയ്ത്. പഞ്ചൂര് ഞാൻ പോയി ജില്ലാ കമ്മീഷനിൽ ആ ജഡ്ജിയെ കാണാൻ പോയി. ഒരു പരാതിയായിട്ട് പോയി. എൻ്റെ മോൻ മരിച്ചിട്ട് ഇത്രയും മാസമായി സാറേ, കേസെടുത്തിട്ടില്ല. ഇന്ന് വരെ അവർ കേസെടുത്തിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അവിടെ നിന്ന് ജഡ്ജി ഒരു അഡ്വക്കേറ്റിനെ വെച്ച് തന്നു. അണ്ടൂർക്കോണം പഞ്ചായത്തിൽ വരാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ
ഞാൻ പോകുമ്പോ എൻ്റെ അടുത്ത് പറയല്ലേ അങ്ങനെ കേസെടുക്കാൻ പറ്റൂല, അതൊരു തെളിവല്ല എൻ്റെ അടുത്ത് പറയണം. എന്തുകൊണ്ട് തെളിവല്ല? എൻ്റെ മോൻ ഇത് എല്ലാ കാര്യങ്ങളും നടന്ന സംഭവം മൊത്തം അവൻ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് കേസെടുത്തൂടാ? അതങ്ങനെ എടുക്കാൻ പറ്റൂല, അങ്ങനെ തെളിവില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് എന്നെ വേദനിപ്പിച്ച് എന്നെ പറഞ്ഞു വിട്ട്. പിന്നീട് അന്വേഷണം എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ അടുത്ത് പറയണത് അതെ, മരിക്കാനുള്ളത് മരിച്ചവൻ തിരിച്ചു വരില്ല. ആ അഡ്വക്കേറ്റ് പറയണേ എൻ്റെ അടുത്ത്. ഞാൻ ചെന്ന് ക്യാരോട് ഇനി ഇതിൽ കേസ് എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച് ഇനി വിട്ടിട്ട് വീണ്ടും ഞാൻ സ്റ്റേഷനിൽ വിളിച്ചവൻ പറഞ്ഞ് തെളിവൊന്നും ആയില്ല, ഇനിയും താമസിക്കും, മൊഴിയെടുക്കാൻ തെളിവായില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഞാൻ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ഇതാണ് മറുപടി. പക്ഷെ അവിടെ എന്തെങ്കിലും കാണിച്ചത് ദുനിയാവിലൊരു പെമ്പിള്ളേരും കാണിക്കൂല, തള്ളയും അവരാളുകളെല്ലാം കൂടെ ചേർന്ന് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല, ഒരു മക്കൾക്കും ഇങ്ങനത്തെ അവസ്ഥ വരാൻ പാടില്ല. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, ആ പെൺകുട്ടി മകൻ മരിച്ചു, ആത്മഹത്യ ചെയ്തു. ആ പെൺകുട്ടി ഇവർക്കെതിരെ 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം വരും കേസ് കൊടുത്തു. ഒരു പുരുഷനായതുകൊണ്ടായിരിക്കും ഇതെല്ലാവർക്കും ഇത്ര ഇത് കൊടുക്കുന്നത്. സ്ത്രീയുടെ ഇതുകൊണ്ട് അവർ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് അത്രയും ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ സഹോദരന്. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. കാരണം പെണ്ണ് വരച്ചാലും ആണ് വരച്ചാലും അവരെ സഹോദരങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷമം വലുത് തന്നെയാണ്. അപ്പം ആണിനും കൂടെ എല്ലാവരും മുൻഗണന കൊടുക്കണം. കാരണം ഇപ്പം ഞങ്ങളുടെ പേരിൽ 26 ലക്ഷം രൂപ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം. എന്റെ സഹോദരൻ ഉണ്ടായിരുന്ന 2 വണ്ടി അറ്റാച്ച് ചെയ്ത് അതിന്റെ ബാക്കിൽ ഞങ്ങൾ കയറി കിടക്കണം. വസ്തു അറ്റാച്ച് ചെയ്ത് ഉമ്മാക്ക് വേണ്ടി ജീവിച്ച മോനാണ്. നിങ്ങൾ ആലോചിക്കും, 2 വർഷം പ്രണയിച്ചെന്ന് പറഞ്ഞ് ആ കല്യാണം കഴിഞ്ഞ് 6 മാസമായി, 3 മാസം അവന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു കാരണം കണ്ടെത്തി അവൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് പോയതാണ്. പോയതിനു ശേഷം എന്റെ സഹോദരനെ പോയി കൊടുക്കാനുള്ള കേസ് എല്ലാം കൊടുത്ത് വനിതാ കമ്മീഷനിൽ കൊടുത്ത്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത്, കോടതിയിൽ ചെന്ന് കൊടുത്ത്, എന്തെല്ലാം എന്റെ സഹോദരനെ മാനസികമായി അവരൊക്കെ പീഡിപ്പിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എല്ലാം തരണം ചെയ്ത് ആ രാത്രി അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണം. ആ രാത്രി അവളുമായുള്ള ചാറ്റിങ്ങിലാണ് അവൻ സൂയിസൈഡ് ചെയ്തത്. ദീപകിന്റെ രാത്രി ഇത് കാരണമാണ് സംഭവിച്ചെന്ന് മരണമൊഴിയില്ല. പക്ഷെ നമുക്കെല്ലാം അറിയാം അതുകൊണ്ടാണ്. അതുകൊണ്ട് നേരിട്ട് തെളിയിക്കാൻ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവും. സുനീറിന്റെ കേസിൽ അതേപോലല്ല. സുനീറിന്റെ മരണമൊഴിയുണ്ട്, സുനീറിന്റെ മൊബൈലിൽ സംസാരിച്ചതിന് തെളിവുണ്ട്. 2:45 ഓർമ്മയില്ലേ, രാത്രി വരെ സംസാരിച്ചതിനുണ്ട്. പക്ഷേ പോലീസുകാരടക്കം ഇത് ചെയ്യുന്നില്ല. അപ്പൊ അപ്പുറത്തെ പെൺകുട്ടി ഇവരുടെ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, ഇവരെ ഒന്ന് പേടിപ്പിക്കാനും ഹരാസ് ചെയ്യാനും 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ച് ഇവർക്ക് കേസ് കൊടുത്തു. കേസ് കൊടുക്കുക മാത്രമല്ല, സ്ത്രീയാണ് കേസ് കൊടുത്തുകൊണ്ട് ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു, വണ്ടി അറ്റാച്ച് ചെയ്തു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പലപ്പോഴും മാധ്യമങ്ങളിൽ അറിയുന്നില്ലെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആ പെൺകുട്ടിക്ക് നേരെ പരാതി കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടി തിരിച്ച് പരാതി കൊടുത്തപ്പോൾ അതിൽ ആക്ഷനുണ്ട്. ഇവർ എന്ത് ചെയ്യാനാണ്? വേറെ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ 7 മാസമായി പോലീസ് സ്റ്റേഷനിൽ ഞാൻ തന്നെ 3-4 പ്രാവശ്യം കൂടെ പോയി. ഞാൻ മുകേഷും കൂടെ DGPയുടെ ഓഫീസിൽ പോയതിനു ശേഷം SP പോലീസുകാർ എടുക്കുന്നുണ്ട്, പക്ഷെ മുമ്പോട്ട് നീങ്ങുന്നില്ല. എന്നാൽ ആ പെൺകുട്ടി പരാതി എടുക്കുമ്പോൾ സ്പീഡിൽ നീങ്ങുന്നു. ഇതിന്റെ പ്രശ്നമേ ഒരാളുടെ ജീവിതവും അവരുടെ കുടുംബത്തിന്റെ ജീവിതവും എല്ലാം നിലയ്ക്കുകയാണ്. ദീപക്ക് നമ്മ പറയുന്നുണ്ട്, ഞങ്ങളോടിരിക്കുന്ന ഒരു പരിപാടിയിൽ മോൻ ഗ്യാസ് പറഞ്ഞിട്ടുണ്ട്, ഇനി വരുമ്പോ ആര് മേടിക്കുമെന്ന്. എന്ത് ചെയ്യാനാണ്? അപ്പൊ അവര് പറയണം അവന്റെ മൊബൈലിൽ റെക്കോർഡില്ല, തെളിവില്ല. പോലീസ് സ്റ്റേഷനിൽ പറയണ DSP ഓഫീസിൽ ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാറേ, അവൻ മരണമൊഴി എഴുതി വെച്ചേക്കേ, അതുകൊണ്ടെങ്കിലും ഗ്യാസ് എടുക്കാൻ പറ്റൂലേ. ഞങ്ങൾക്ക് അറിഞ്ഞോളി. ഞാൻ പറഞ്ഞു നഷ്ടപ്പെട്ടത് എനിക്കാണ്, എന്റെ പൊന്നു മോനാണ്. അവൻ ദുനിയാവിൽ ആർക്കും ഒരു തെറ്റും ചെയ്തവനല്ല. അവൻ വലിയോനിക്ക് ചെറിയോനിക്ക് എല്ലാം പ്രിയപ്പെട്ട മോനായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു മോന് എവള് മനഃപൂർവ്വം എവന്റെ കൂടെ പറ്റി പിടിച്ചുകൊണ്ട് അവനെ കൊന്ന്, സ്വത്തിന് വേണ്ടി പണത്തിന് വേണ്ടി അവള് കൊന്നിട്ട് 3-ന്റെ അന്ന് അവള് കേസ് കൊടുത്തു. അവക്ക് സ്വർണ്ണം എടുത്ത് വെച്ചിരിക്കണമെന്ന് ഞാൻ സ്വർണത്തിന് കേസ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിപ്പോ ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു 26 ലക്ഷം രൂപ ഞാൻ കൊടുക്കണമെന്ന്. എന്റെ മോനെ കൊന്നിട്ട് ഞാൻ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള എനിക്കല്ലേ അവള് നഷ്ടപരിഹാരം തരാനുള്ളത്. അവള് കോളേജിൽ പഠിക്കുന്നു, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവള് നല്ല ഹാപ്പി ആയിട്ട് അവള് കോളേജിൽ പോയി പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ നടക്കും. എനിക്ക് കാണുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കും? ഞാനൊരു തള്ളയല്ലേ പറ്റ. എനിക്ക് 2 ആമക്കളാണ്. നാളെ അവർക്കോ നമ്മുടെ സൗഹൃദങ്ങൾക്കോ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തു പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ ആണിന്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാര് കളിയാക്കുകയും ഇവരെല്ലാം പീഡകന്മാർക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ +2 പഠിക്കുകയാണ്. അങ്ങനെ +2 പഠിക്കുമ്പോൾ അവർക്കൊരു അഫയറോ ഇഷ്ടം ഉണ്ടായി, മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു പോക്സോ കൊണ്ട് കൊടുത്തു. അങ്ങനെ 20 വർഷം കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ജയിലിലുണ്ട്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ നേരിട്ട് കണ്ടതാണ്. അതായത് +1-ലും +2-ലും പഠിക്കുന്നു, 2 കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണ്, അവർക്ക് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ പെൺകുട്ടിയുടെ അച്ഛനും ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടിയുടെ അച്ഛനും ഉമ്മയും കൊണ്ട് പോലീസ് കേസ് കൊടുത്തു. പയ്യൻ 20 വർഷം കോടതി അടിച്ചു കൊടുത്തു.
20 വർഷം. അതായത് ഒരുത്തരെ കൊന്നാ കിട്ടുന്നതിനെക്കാട്ട് കൂടുതൽ വർഷം. എന്തിനാണ്? +1 +2 പരസ്പരം അഫയറും ഇഷ്ടമുണ്ട കുട്ടികളുണ്ടായിരുന്നു. വേറെ നൗഫലിന്റെ കേസ് അറിയേണ്ടതാണ്. ഞാൻ നൗഫലിനോട് ചോദിച്ചു, മോനെ പെണ്ണ് എത്ര വയസ്സുണ്ടായിരുന്നു? അവന് 19 വയസ്സ്, പെണ്ണിന് 17 വയസ്സ്. ഞാൻ പറഞ്ഞു, മോശമല്ലേ നീ ചെയ്തു? ചേട്ടാ എന്റെ ഭാര്യയാണ് ചേട്ടാ, ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ഉറപ്പിച്ച് കല്യാണവും നിക്കാവും എല്ലാം ആയതാണ്. ഈ പെൺകുട്ടി സ്കൂളിൽ കൗൺസിലിംഗിന്റെ സമയത്ത് കൗൺസിലർ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു. പയ്യൻ 20 വർഷം ബോക്സ് അടിച്ചു കൊടുത്തു. ഇപ്പൊ 1,65,000 70,000 ജാമ്യം കെട്ടിവെച്ചാൽ ഇവന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ടോ? സ്ഥിരം ഭാര്യ കാണാൻ വരാറുണ്ട്. ഭാര്യയുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മയച്ഛനും കാണാൻ വരാറുണ്ട്. പയ്യന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പെണ്ണിന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? പയ്യന്റെ വീട്ടുകാർ ഇവരും തമ്മിൽ കല്യാണം ഉറപ്പിക്കുകയും നിക്കാവുകയും ചെയ്തു. അവർക്ക് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് 20 വർഷം ബോക്സ് ഓടിച്ചു കൊടുത്തിരിക്കുകയാണ്. വേറെ ശ്രീകാന്ത് നമ്പൂതിരി എന്ന് പറഞ്ഞൊരു വഴി കിടക്കും. അവൻ ഇതേപോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ പ്രായം കഴിഞ്ഞതാണ്, പ്രായമൊക്കെ നോവലാണ്. വീട്ടുകാർക്ക് ഇവനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പെൺ വീട്ടുകാർക്ക്. ഇവനെ എങ്ങനെങ്കിലും അവോയ്ഡ് ചെയ്യണം കൊണ്ട് ബോക്സ് കൊണ്ട് കൊടുത്തു. പെണ്ണിനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചു ചെയ്തു. ഇതിലേക്ക് പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിച്ച് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തു, ഞാൻ ആത്മഹത്യ ചെയ്യും, നീ അവനെതിരെ പരാതി കൊടുത്തില്ലല്ലോ. പെൺകുട്ടി അവിടെ ഇവിടെ തൊള്ളാത്തൊരു മൊഴി കൊടുത്തു. അവന് 20 വർഷം കിട്ടി. നാളെ അങ്ങനെ 20 വർഷം നമുക്ക് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇരുട്ട് കയറുന്നത് മനസ്സിലാവുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ നിയമം? 20 വർഷം ഒരുത്തനെ ജയിലിലിടാൻ എന്ത് ബേസിലാണ് നിയമം? വളരെ ഈസിയല്ലേ. കുട്ടികൾ ജയേന്ദ്രന്റെ കേസ് ഇപ്പൊ എല്ലാവർക്കും ആണ്. ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കുവാണ്. കുട്ടികൾ ജയേന്ദ്രന് 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 2-3 പ്രമുഖ സിനിമകൾ പുള്ളിയുടെ പോയി. 13 ലക്ഷം രൂപ പുള്ളിയുടെ ചെലവായി. കുട്ടികൾ ജയേന്ദ്രന് സെറീന എന്നൊരു ഭാര്യ പോരാടാനുള്ളതോട് മാത്രമാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്. കുട്ടികൾ ജയേന്ദ്രൻ കോഴിക്കോട് നമ്മുടെ പ്രസ്പീറ്റ് വന്നു. ഇതൊക്കെ ആത്മഹത്യ എന്താണ്? എന്ത് ചെയ്യുവാനാണ്? എന്ത് ചെയ്യും? ഈ നിയമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പെൺകുട്ടി മൊഴി വന്നു കൊടുത്തു, പെൺകുട്ടി പരാതിക്കാരിയാണെന്ന് പറഞ്ഞു, മതി, ആസാനം വരും. എവിടെ ചെന്നാണ് ഈ രാജ്യത്ത് ആണുങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണ്ടേ? ഷിംജിതയുടെ കാര്യം പറഞ്ഞു. ഷിംജിത 7 ആംഗിളുകളിൽ വീഡിയോ എടുത്തു. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ഷിംജിത 7 ആംഗിളുകളിൽ 7 വീഡിയോ എടുത്തു. അതായത് ദീപകിനെതിരെ, അതായത് മാക്സിമം കോണ്ടന്റ് ഉണ്ടാക്കുകയാണ്. 7 വീഡിയോ. ഒരിക്കൽ പോലും കണ്ടക്ടറോട് മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയുന്നില്ല, പരാതി പറയുന്നില്ല. പരമാവധി വീഡിയോ എടുത്ത് ഉപയോഗിക്കുക. ഇന്ന് മുകേഷ് കൂടെ കേൾക്കാൻ അറിയാം. മുകേഷോട് പറയാൻ വിട്ടുപോയി. രാവിലെ റോട്ടറി ക്ലബിന്റെ ഒരാൾ വിളിച്ചത് എന്നോട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണ്, പക്ഷെ മുകേഷ് പുള്ളി കൂടെ വേണ്ട കേട്ടോ. അപ്പൊ മുകേഷ് എന്ത് പറ്റി? മുകേഷ് മറ്റേ പോക്സോയിലൊക്കെ പെട്ട ആളല്ലേ? ഞാൻ പറഞ്ഞു, സാറേ അതിന്റെ ഡീറ്റെയിൽ അറിയാമെന്ന് വെച്ച് ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞ് വാർത്തകളൊക്കെ അയച്ചു കൊടുത്തു. അതായത് മുകേഷ് ഒരു വ്യാജ പോക്സോയിൽ പെട്ടു. കേരള നിയമചരിത്രത്തിൽ ആദ്യമായി കോടതി അടക്കം പോലീസ് അടക്കം ഇടപെട്ട് ആ പോക്സോ കേസ് എടുത്തു കളഞ്ഞു, റദ്ദാക്കി. പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളിൽ മുകേഷ് നായർ പോക്സോ കേസിൽ പ്രതിയാണെന്ന് അല്ലെങ്കിൽ ആരോപണം വരുമ്പം ഫ്രണ്ട് പേജ് കൊടുക്കും, തിരിച്ചാണെങ്കിൽ വാർത്ത പോലും കൊടുക്കില്ല. ഇവിടെയാണ് അതിന്റെ പ്രശ്നം. ഒരു ഫെയർനെസ്സും ബാലൻസും വേണ്ടേ? നാളെ ഇത് എനിക്കെതിരെയോ നിങ്ങൾക്കെതിരെയോ ആർക്കെതിരെയോ ഒന്നുകൂടി ഇനി ഇവരുടെ കേസിന്റെ സീരിയസ്നെസ്സും ഇവർക്കെതിരെ ആ പെൺകുട്ടി പരാതി കൊടുത്തു ഒന്നുമില്ല. അഡ്വക്കേറ്റ് പറഞ്ഞാണ്, തിരിച്ചൊരു കാര്യം ചെയ്യും, പരാതി കൊടുത്തേക്ക്, നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ബാലൻസ് ചെയ്തോ കോംപ്രമൈസ് ചെയ്തോ ഇല്ലാതാക്കാം. 26 ലക്ഷം രൂപ ഇവർ കൊടുക്കണം. ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു, ഇവരുടെ വണ്ടി അറ്റാച്ച് ചെയ്തു. ആരാ പോയത്? ആ പെൺകുട്ടിയും പയ്യനും തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഈ പെൺകുട്ടിയുടെ കള്ളപ്പരാതിയും സമ്മർദ്ദവും മൂലം ആ പയ്യൻ ആത്മഹത്യ ചെയ്തു. ഈ ഉമ്മ 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആ പെൺകുട്ടിക്ക് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ചുമ്മാ ആക്ഷൻ മാത്രമല്ല, കോടതിയിൽ പോകുമ്പോൾ വേറെ ഒന്നും നോക്കില്ല, സാധനങ്ങളൊക്കെ വെച്ച് ആക്ഷൻ എടുക്കും. കാര്യം പെണ്ണിന്റെ പരാതിയാണ്, അപ്പൊ തന്നെ കോടതി ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുത്ത് എന്ത് ചെയ്തു? അറ്റാച്ച് ചെയ്തു, പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു, വണ്ടി അറ്റാച്ച് ചെയ്തു. ഈ നാട്ടിൽ ആണുങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. മറ്റന്നാള് 27-27 തീയതി, അതായത് റിപ്പബ്ലിക് ഡേ അടുത്ത ദിവസം എന്റെ കേസ് വരികയാണ്. എന്താ അറിയാമോ? അതിജീവിതയെ ഭയങ്കരമായിട്ട് ഇന്റിമിഡേറ്റ് ചെയ്തു. അതുകൊണ്ട് അതിജീവിതയ്ക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായി. അതുകൊണ്ട് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് കേരള പോലീസ് പോയിരിക്കുകയാണ്. എന്താ ആരോപണം അറിയാമോ? ഈ പെൺകുട്ടിയെ വ്യാജ അതിജീവിത എന്ന് പറഞ്ഞു. എന്താ കേസെന്ന് അറിയാമോ? കോടതി വിധി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റേപ്പ് അലിഗേഷൻ നിലനിൽക്കില്ല, പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അതിജീവിത എന്ന വാക്ക് വളരെ സേക്രഡായ വാക്കാണ്, പരിശുദ്ധവും പവിത്രവുമായ വാക്കാണ്. ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ട പെൺകുട്ടികൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് വരുന്ന ആ വാക്ക് ദുരുപയോഗം ചെയ്യരുത്, ആ വാക്ക് മിസ്യൂസ് ചെയ്യരുത്. കാര്യം കോടതി വിധിയിൽ തന്നെ, ഇത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, കോടതിയുടെ ഒബ്സർവേഷൻ ഒന്നുമല്ല, കോടതി വിധിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. കൃത്യമായിട്ട് പേജ് നമ്പർ കൂടെ പറയാം. കോടതി വിധിയിൽ എക്സ്പ്ലിസിറ്റ്ലി എഴുതി വെച്ചിരിക്കുന്ന കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി ഉന്നയിച്ച പീഡന ആരോപണം നിലനിൽക്കില്ല. ആ പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് പെൺകുട്ടിക്ക് ഭയങ്കര സമ്മർദ്ദമായി പോയി. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണം.
പോലീസുകാർക്ക് എന്താ പോലീസുകാർ ചെയ്യുന്നതെന്ന് അറിയോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. പോലീസുകാരുടെ കുറ്റമല്ല, പോലീസുകാർ ആർക്കും വേണ്ടി റിസ്ക് എടുക്കില്ല. കാര്യം ഏതെങ്കിലും രീതിയിൽ പോലീസ് എനിക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ പോലീസിനെതിരെ പെൺകുട്ടി ആക്ഷൻ എടുത്തോ പരാതി കൊടുത്താലോ പോലീസുകാരൻ സസ്പെൻഷനിലാവും, അല്ലെങ്കിൽ പോലീസുകാരുടെ പണി കിട്ടും. ഇവരുടെ കേസ് സംഭവിക്കുന്നത് എന്താ? ഇവരുടെ ആക്ഷനിൽ, അല്ലെങ്കിൽ സുനീറിന്റെ അമ്മ സുനീർ എന്ന പുരുഷന് വേണ്ടി അവന്റെ ആത്മഹത്യക്ക് വേണ്ടി കൊടുത്ത കേസിൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞിട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പോലീസുകാർക്കെതിരെ പരാതി കൊടുത്താൽ നടപടി ഉണ്ടാവും. എന്നിട്ട് എന്ത് പറ്റും? ഈ അവസാനം ട്രയൽ ഘട്ടത്തിൽ ഇതൊന്നും നിലനിൽക്കില്ല. ഏതുപോലെ അറിയാമോ? രാഹുൽ ഈശ്വർ അതിജീവിതയെ അധിക്ഷേപിച്ചു. എന്താ അധിക്ഷേപിച്ചു? അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിക്ഷേപിച്ചു, അത് വരുമല്ലോ. അത് ഇനി നമ്മുടെ ട്രയൽ ഘട്ടത്തിൽ പറഞ്ഞാൽ മതി. വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഭയങ്കര അധിക്ഷേപം. ബാക്കിയുള്ള അതിജീവികളെ തടയാനുള്ള ഗൂഢാലോചനയാണ്. ഞാൻ 5ാം പ്രതിയാണ്, എന്നെ മാത്രം അറസ്റ്റ് ചെയ്തു, 16 ദിവസം ജയിലിലുണ്ട്. എന്ത് എളുപ്പമാണ്. കാര്യം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കാര്യം എന്ത് പറഞ്ഞാലും അതിജീവിതയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ത്രീപക്ഷ നിയമങ്ങളാണെന്ന്. നമ്മുടെ നാട്ടിൽ അവിടെയാണ് ഒരു ബാലൻസ് എങ്കിലും വേണം. സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും കൊടുക്കണം, സംശയം ഒന്നുമില്ല. പക്ഷേ പുരുഷനെ അവഗണനയും പുരുഷ വേട്ടയാണ് സ്ത്രീ വിമോചനം എന്ന് കരുതരുത്. പുരുഷനെ കൊടുക്കുന്നതാണ് സ്ത്രീ വിമോചനം എന്ന് കരുതരുത്. ഇന്നലെ ഈ ഷിംജിത ദീപകിനെതിരെ പരാതി കൊടുത്തേ കണ്ടു, നിങ്ങളും കണ്ടു കാണും. പേരൊന്നും പറയാതെ ദീപകിനെതിരെ പരാതി കൊടുത്തു. ദീപക് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അഥവാ കഷ്ടകാലത്തിന് ദീപക് ഈ ഭൂമി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആലോചിക്കട്ടെ. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയണേ. കഷ്ടകാലത്തിന്, കഷ്ടകാലത്തിന് വേറെ അർത്ഥത്തിലല്ല, ഈ പെൺകുട്ടി പരാതി കൊടുത്താൽ അവനെ അറസ്റ്റ് ചെയ്യുക. ഓർക്കുക, ഷിംജിത മാത്രമല്ല കുറ്റക്കാരി, നമ്മുടെ നിയമ സംവിധാനവും സിസ്റ്റവും കൂടിയാണ് അതിലെ തെറ്റുകാരൻ, അല്ലെങ്കിൽ കുറ്റക്കാരൻ, അല്ലെങ്കിൽ കുറ്റക്കാരി. അതായത് ഷിംജിത അങ്ങനെ ഒരു പരാതി കൊടുത്താൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, തന്റെ അച്ഛനും അമ്മയ്ക്കും നാണക്കേട് അനുഭവിക്കും, തന്റെ ജോലി പോകും, തന്റെ കരിയർ പോകും, തന്റെ അഭിമാനം പോകും എന്ന പേടി കൊണ്ടുകൂടിയാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ആക്രമണം കൊണ്ട് മാത്രമല്ല. നാളെ ഇയാൾ പോയാൽ പോലീസുകാർ എന്ത് പറയുന്നറിയോ? എടാ, എനിക്കറിയാം നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല, നീ കോടതിയിൽ പോയി ജാമ്യം എടുത്തോളാൻ പറയും. കോടതിയിൽ പോയി ജാമ്യം എടുക്കാൻ എന്ത് ചെയ്യും? ആദ്യം ഹിയറിംഗ് വെക്കും. 3 ദിവസം കഴിയും, 4 ദിവസം കഴിയും, ഒരാഴ്ച കഴിയും. ഇവൻ ഇറങ്ങുമ്പോ എന്താവും? നീ ബസ്സിലൊക്കെ പീഡിപ്പിക്കുന്നവനല്ലേ എന്ന പേരുമാവും. മുകേഷിന്റെ കേസിൽ കോടതി ആ ആരോപണം എടുത്ത് മാറ്റിയിട്ട് പോലും, വ്യാജ ബോക്സോ ആണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു വീഡിയോ കൊടുത്തില്ല. അപ്പൊ 27 ലക്ഷം പേര് കണ്ട വീഡിയോയിൽ ദീപക് തെറ്റുകാരനായി നിൽക്കും. നിങ്ങൾ അറിയേണ്ട, പ്രത്യേകിച്ച് മീഡിയക്കാരുടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത്രയും പറയുമ്പോഴും ദീപകിന്റെ അമ്മ ഏറ്റവും എംഫസിസ് ചെയ്ത് പറയുന്നത് എന്താ അറിയോ? ദീപകിന്റെ അമ്മയും അച്ഛനും ഞങ്ങളുടെ മോൻ തെറ്റുകാരനല്ല, അവൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നാണ്. ഇത് പ്രശ്നമേ. നമുക്ക് നേരെ ഒരു വ്യാജാരോപണം ഉണ്ടാവുമ്പോഴേ നമുക്ക് ഇതിന്റെ വേദന അറിയും. നമുക്ക് നേരെ ആരെങ്കിലും അങ്ങനെ ഒരു കള്ള ആരോപണം ഉണ്ടാവുമ്പോഴേ നമുക്ക് ഇതിന്റെ ദേഷ്യം മനസ്സിലാവും. അവിടെയാണ് ഞാൻ കോടതിയിൽ ഒരു തവണ ശബ്ദം ഉയർത്തി സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഞാൻ ചെയ്തത് തെറ്റുമാണ്, ശരിയല്ല. അവിടെ നിൽക്കുന്ന പ്രോസിക്യൂട്ടർ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുകയാണ്. ഞാൻ പറയാത്ത കാര്യം അയാൾ കോടതിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ നിമിഷം പ്രോസിക്യൂട്ടർ മാറ്റി. അല്ല, അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അങ്ങനെയുള്ള തരത്തിൽ നടന്ന കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോടതിയിലെ റിപ്പോർട്ടേഴ്സിനോട് ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് അവിടെ പ്രോസിക്യൂട്ടർ നിന്ന് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതായത് ചില മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു അതൊക്കെ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ജാമ്യം കിട്ടും, അതാണ് ലീഗൽ പോയിന്റ്. അതൊക്കെ ആണെങ്കിൽ പോലും ജാമ്യം കിട്ടും, സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ്, ഇതാണ് വായിച്ചുകൊണ്ടത്. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു. കാര്യം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ സൗണ്ട് ഉയർത്തി പറഞ്ഞു ഇയാൾ പറയുന്ന കള്ളമാണ്, കോടതി അത് ശ്രദ്ധിക്കണോ. പെട്ടെന്ന് പ്രോസിക്യൂട്ടർ അപ്പം മാറ്റി. അല്ല, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചാനൽ ചർച്ചകളിൽ പറയുന്നതിനേക്കാൾ ശരിയല്ലാത്ത കാര്യങ്ങളാണ് കോടതിയിൽ പറയുന്നത്. ചാനൽ ചർച്ചകളിൽ കൈയിടി കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നോക്കി. അതൊക്കെയാണ് കോടതി പറയും. കോടതി എന്ത് ചെയ്യും? കീഴ്ക്കോടതികൾ എസ്പെഷ്യലി റിസ്ക് എടുക്കില്ല. 3-4 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കും. 3-4 ദിവസം കഴിയുമ്പോൾ പ്രോസിക്യൂട്ടർ പറയും ഞാൻ നാളെ ലീവാണ്, അപ്പൊ ശനി ഞായറും ആവും, അടുത്ത ആഴ്ച വെക്കട്ടെ എന്ന് പറയും. അടുത്ത ആഴ്ച വാദം വെക്കും, 10 ദിവസം കിടക്കും, 13 ദിവസം കിടക്കും. എന്നിട്ട് കടന്നു കഴിയുമ്പോൾ എന്താവും? ജീവിതകാലം മുഴുവൻ മോശക്കാരനാവും. നിങ്ങൾ ഇത്രയും, ഞാൻ എന്റെ കേസും കൂടെ വെച്ച് ചോദിക്കാം. മറ്റേ അതിജീവിതയെ അധിക്ഷേപിച്ചു, അതിജീവിത അല്ല അത് മറ്റൊരു കാര്യം, ആ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താ അധിക്ഷേപം എവിടെങ്കിലും പോലീസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്? എന്താണ് അധിക്ഷേപം നടത്തിയത്? എന്തെങ്കിലും അധിക്ഷേപത്തിന് ഒരു വാക്ക് വേണ്ടേ, അല്ലെങ്കിൽ കാര്യം വേണ്ടേ? അങ്ങനൊന്നുമില്ല, അധിക്ഷേപിച്ചു. ഇത് സ്ത്രീകളെ പറ്റിക്കലാണ്, ഇത് മീഡിയയെ പറ്റിക്കലാണ്. കാര്യം മീഡിയക്കാർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ വലിയ രീതിയിൽ വാർത്ത കൊടുക്കുമെന്ന് അവർക്കറിയാം. സൈബർ അധിക്ഷേപം നടത്തി. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ശരിക്കും മീഡിയക്കാരെ ദുരുപയോഗം ചെയ്യാൻ ഈ കേസിലോ വേറൊരു കേസിലോ ഇങ്ങനെ കള്ളത്തരം മീഡിയ ഉപയോഗിച്ച് പ്രൊപ്പൽ ചെയ്ത് കോടതിയുടെയും പൊതുജനങ്ങളുടെയും മൂഡ് സെറ്റ് ചെയ്യുക. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടി പറയാനാണ്, തന്ത്രി സ്വർണ്ണക്കൊള്ളയിൽ ഭാഗികമായി സമ്മതിച്ചു. ഇന്നലെ SIT ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊടുത്ത വാർത്തയാണ്. എന്താണ് ഈ ഭാഗികമായി സമ്മതിക്കുന്നത്?
ഒന്നുമില്ല. അങ്ങനെ ഞാൻ തന്ത്രിയുടെ വീട്ടുകാരോട് സംസാരിച്ചു. അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഭാഗികമായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഗുണം എന്താ അറിയാമോ? ഭാവിയിൽ സംഭവിച്ചില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഭാഗികമായി സംഭവിച്ചു എന്നല്ലേ പറഞ്ഞത്. എന്തൊരു കള്ളത്തരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരു മടിയും മയവും ഇല്ലാത്ത കള്ളത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഈ വിഷയത്തിന്റെ കൂടെ പറയുന്നതേ ഉള്ളൂ. ഇപ്പം കടകംപള്ളി എല്ലാവർക്കും അറസ്റ്റ് ചെയ്യണം. എന്താണ് ഞാൻ സ്ഥിരം പറയാറുണ്ട്, കടകംപള്ളി വിശ്വാസികൾ ആരും ഇല്ലാതിരുന്ന സമയത്ത് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യാനായി ആക്ടിവിസ്റ്റുകളും സ്ത്രീ വിശ്വാസികളും വേറെയാണ്. അതുകൊണ്ട് ആക്ടിവിസ്റ്റുകൾ കയറണമെന്ന് പറഞ്ഞ് ആരോരും ഇല്ലാത്ത സമയത്ത് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. സുപ്രീം കോടതി വിധി തെറ്റാണ് എന്ന് ധൈര്യത്തോടെ പറയാൻ കാണിച്ച ഏക മനുഷ്യൻ കോൺഗ്രസിലും BJP-യിലും CPM-ലെ ഏക നേതാവ് കടകംപള്ളി സുരേന്ദ്രനാണ്. ചില 1-2 മീഡിയയൊക്കെ എങ്ങനെയെങ്കിലും കടകംപള്ളിയെ, മുഖ്യധാര മീഡിയകൾക്കാണ് കടകംപള്ളി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം, ബാക്കി 2-3 പേർക്ക് തന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. നിങ്ങൾ മീഡിയക്കാരെ ഉപയോഗിച്ച് നെറേറ്റീവ് ബിൽഡ് ചെയ്യുകയാണ്, കഥ ബിൽഡ് ചെയ്യുക. SIT ആ കഥയ്ക്കനുസരിച്ച് പോവാ. ഞാൻ പറഞ്ഞത് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള SITക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ പോലീസുകാരുടെ ദുരവസ്ഥ നിങ്ങൾക്ക് ഓർത്തു. അതായത് SIT പോലെ ഉന്നതമായ ഒരു പോലീസ് സംഘം കോടതിയുടെ മോണിറ്ററിംഗ് ഇരിക്കുമ്പോൾ ഈ കള്ളത്തരമാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ പോലീസുകാർ ചെയ്യുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയത്, തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അത് പിടിച്ചെടുത്ത് കോടതിയിൽ പോലീസുകാർ സബ്മിറ്റ് ചെയ്യുന്ന കള്ളത്തരം ഈ നാട്ടിൽ നടക്കുമെങ്കിൽ, അതായത് ഹൈക്കോടതിയുടെ അനുമതിയോടെ ഹൈക്കോടതിയിൽ 5-ാം ഇടക്കാല റിപ്പോർട്ട് കൊടുത്ത്, ഞാൻ ആ വിഷയം ഇവിടെ പറയുന്നത് പോലീസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാനാണ്. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് തന്ത്രിക്ക് വാജിവാഹനം കൊടുത്തു വിട്ടതിൽ കള്ളത്തരം കാണിച്ച് തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി പിടിച്ചു എന്ന് ഭാവിച്ച് കോടതിയിൽ റിക്കവർ ചെയ്യുന്ന SIT ടീം ആ റേഞ്ചിൽ കള്ളത്തരം കാണിക്കുമെങ്കിൽ ഈ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കാണിക്കുന്ന കള്ളത്തരങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാവും. അവിടെയാണ് ഉമ്മയോട് അവിടുത്തെ ചില ആൾക്കാരുണ്ട് മരിച്ചുപോയില്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും. അത് ഉമ്മയോട് മാത്രമല്ല എന്നോട് പറഞ്ഞു. ആ പോലീസുകാരുടെ കുറ്റമല്ല കേട്ടോ, പോലീസുകാരുടെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. എന്നോട് ചോദിക്കാം നിങ്ങൾക്ക് നിയമമൊക്കെ അറിയില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആണല്ലേ മരിച്ചുപോയി. ആ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, ആ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കുക. ഉമ്മയടക്കം അറസ്റ്റ് ചെയ്യുന്നു, സഹോദരി അടക്കം അറസ്റ്റ് ചെയ്യുന്നു. ഒരാൾ മരിച്ചതല്ലേ, ആ ഒരു സെൻസിറ്റിവിറ്റി കാണിച്ചൂടെ? സ്ഥലങ്ങളില്ലേ എന്റെ പൊന്നോരെ കൊന്നതാണ്, അവളാണ് കൊന്നത്. എവിടെ പോയാലും ഞാൻ വിളിച്ചു പറയും അവളാണ് കൊന്നത്, എന്റെ മോനെ കൊന്നത് ജീവിക്കാൻ സമ്മതിച്ചില്ല. എന്റെ മോനെ കൊന്നതിന് നീതി കിട്ടണം, അവർക്ക് ശിക്ഷ കിട്ടണം, നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് ശിക്ഷ കിട്ടണം. ഞാൻ ജീവിച്ചിരിക്കും എല്ലാം എനിക്ക് കണ്ടിരിക്കണം, കണ്ടാൽ എന്നിട്ടേ ഞാൻ മരിക്കുള്ളൂ. ഇനി എനിക്ക് ജീവിതമില്ല, എവിടെ വേണമെങ്കിലും ഞാൻ കേറാൻ തയ്യാറ് തന്നെ. എന്റെ പൊന്നു മോനെ അത്രയ്ക്ക് നല്ല ഒരു മോനായിരുന്നു, ഒരാരയിച്ച് പോന്ന് പറയൂല. എന്റെ പൊന്നുമ്മ ഒരു പരാതിയോ ഒന്നിനും ഇടവച്ചിട്ടില്ല. അങ്ങനെയുള്ള മോനെ എവള് കൊന്നു കളഞ്ഞു. എവളാണ് എന്റെ മോനെ കൊന്നത്. കാരണം എന്റെ മോനിക്ക് നീതി കിട്ടണം. നിങ്ങളെ എല്ലാരും സഹകരണം കൊണ്ട് എന്റെ പൊന്നു മോനിക്ക് നീതി വാങ്ങിച്ചു തരണം. വെറുതെ പരാതി കൊടുത്തിട്ടാണ് അത് ജീവിതയാണ്. പിന്നെ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല, പിന്നെ ആ കുട്ടിയുടെ പ്രൈവസി ലംഘിക്കാൻ പറ്റില്ല. വെറുതെ ഒരു പരാതി കൊടുത്തിട്ടാൽ അത് ജീവിതയായി. ഇനി കേസ് നടക്കുന്നിടത്തോളം കാലം ആ പെൺകുട്ടി സേഫാണ്. ഇത് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയുടെ അക്നോളജ്മെന്റ്. ഇത് കഴിഞ്ഞ 7 മാസമായി വ്യത്യസ്ത പോലീസ് സ്റ്റേഷനിൽ കയറി നടന്നതാണ്. നമുക്ക് പോലീസിനോട് പരിഭവവും വിഷമവും ഉണ്ട്. പക്ഷെ പോലീസിന്റെ മാത്രം കുറ്റമല്ലെന്നറിയാം. നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. ഇവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല, ഇവർക്ക് വേണ്ടി വിളിച്ചു പറയാൻ ആരുമില്ല. മീഡിയക്കാരുടെ പ്രഷറില്ല, സമ്മർദ്ദമില്ല. ഈ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മുടെ ദീപകിന്റെ തന്നെ ആത്മഹത്യയിലെ നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരം ഒരു പ്രോആക്റ്റീവ് സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും രീതി അറസ്റ്റ് ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ തന്നെ അവന്റെ മൊബൈലിലെ വാട്സപ്പ് എങ്ങനെ കട്ടായിട്ട് നമുക്ക് അറിഞ്ഞൂടാ. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാം അവരെടുത്ത് മാറ്റി. 7 മാസമായി അവരെ കസ്റ്റഡിയിലാണ് ഇരിക്കണം മൊബൈലിൽ. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. അതിനകത്ത് മൊഴിയില്ലല്ലേ, അതിനകത്ത് മൊഴി അവസാനം സംസാരിച്ചത് ഇതെല്ലാം കൃത്യമായിട്ട് എവിടെയും സാധനങ്ങളുണ്ട്. ആണിന് വേണ്ടി അത് മെനക്കെടില്ല. കാര്യം ആരും സമ്മർദ്ദം പറയാൻ. 2-3 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന്, ജനുവരി 26 മുതൽ നമ്മളൊരു ഹെൽപ്പ് ലൈൻ തുടങ്ങുന്നുണ്ട്, കുറച്ച് പേരെ വെച്ച്. കാര്യം വേറെ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ എത്രയോ പേര്, 1-2 അല്ല, ഇതുപോലെ എത്രയോ പേര് സംഭവിക്കുന്നു. ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചിട്ട് കരയുന്നുണ്ട്, അയാളുടെ കേസ് നമ്മൾ എടുക്കുന്നുണ്ട്. കുട്ടികളെ കാണാൻ സമ്മതിക്കുന്നില്ല. അയാളുടെ ഈ കസ്റ്റഡി ബാറ്റിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി മക്കളെ കണ്ടിട്ട്. എനിക്ക് മറ്റേ സുരാജ് വെഞ്ഞോറിന്റെ സിനിമ ഓർമ്മ, എനിക്ക് ആക്ഷൻ ഹീറോ ബിജുവിന്റെ സാധനം ഓർമ്മ. ആണിന് ചെല്ലുമ്പോ പോലീസുകാരാകട്ടെ കോടതിയാകട്ടെ വില കൊടുക്കുന്നില്ല. ആണ് ചെന്ന് പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പെണ്ണി എന്ന് പറയുമ്പോൾ പെണ്ണിനോട് വലിയ കരുതലുള്ളതൊന്നും അല്ല മൈൻഡ് ചെയ്യുന്നത്. ഇവള് ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുവോ, ഞങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുമോ എന്ന് വിചാരിച്ചിട്ടല്ല. പെണ്ണിനോട് അമിതമായ സ്നേഹമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല.
ഇനി പെണ്ണ് ആക്ഷൻ എടുത്തില്ല എന്ന് പറഞ്ഞ് പെണ്ണ് പരാതിക്ക് പോയാൽ നമുക്ക് പണി കിട്ടുമല്ലോ. ഇതാണ് ചെയ്യുന്നത്, അല്ലാതൊന്നുമല്ല. എന്നോട് പോലീസുകാർ പറഞ്ഞു, ആലോചിച്ചോളെ എന്റെ ലാപ്ടോപ്പ് ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഞാൻ സാറേ സൈബർ നിക്ഷേപ പരാതിയല്ലേ, എന്തെങ്കിലും റിക്കവർ ചെയ്തെന്ന് കാണിക്കണ്ടേ, എന്തെങ്കിലും റിക്കവർ ചെയ്തെന്ന് കാണിക്കണ്ടേ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരമാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിയാണ്. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങളിലേക്ക് ചെയ്യാം. ഒന്ന്, ജനുവരി 26 നടക്കാൻ നമ്മളൊരു ഹെൽപ്പ് ലൈൻ നമ്പർ അനൗൺസ് ചെയ്യുന്നുണ്ട്. കഴിയുന്നവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. നമ്മൾ നമ്പറൊക്കെ 26 നമ്മൾ അനൗൺസ് ചെയ്യും. 2, ഈ പുരുഷ കമ്മീഷൻ അടക്കമുള്ളത് നമ്മുടെ നിയമസഭയിൽ 11 മാസമായിട്ടിരിക്കുകയാണ്. സ്പീക്കർ അനുമതി തന്ന, ആലോചിക്കണം, CPM-ന്റെ സ്പീക്കറായ ശ്രീ ഷംസീർ അനുമതി തന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബില്ല് കഴിഞ്ഞ 11 മാസമായി നിയമസഭ ഇരിക്കുക. അവതരിപ്പിക്കാത്തതിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, മീഡിയക്കാര് സ്ത്രീ വിരോധികളാണെന്ന് നമ്മളെ പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി. അത് ആകാശത്തൊന്നും എടുത്തല്ല, നമ്മളോട് നേരിട്ട് പറയുന്നതാണ്. ഇനി ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്ത്രീ പീഡകരാണ് അല്ലെങ്കിൽ സ്ത്രീ വിരോധികളാണെന്ന് പ്രചരിപ്പിക്കുമെന്ന് പേടി. ഇത് കാരണമാണ് മുഖ്യധാരമായ പ്രതിപക്ഷം അവതരിപ്പിക്കാത്തത്. പേഴ്സണലി കാണുമ്പോൾ CPM-ന്റെയും കോൺഗ്രസിന്റെ MLA-മാരും BJP-യുടെ നേതാക്കളും ഒക്കെ നമ്മളോട് സമ്മതം പറയുന്നുണ്ട്. 3, ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നമുക്ക് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ മെക്കാനിസം ഉണ്ടാകണം. ഈ സുനീറിന്റെ വിഷയം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. കാര്യം പത്രങ്ങളിലൊക്കെ വന്നാലേ പോലീസുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു വിലയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ മൈൻഡ് പോലും ചെയ്യില്ല. പത്രത്തിലൊക്കെ വന്നു, മാധ്യമങ്ങളിലൊക്കെ വന്നല്ലോ, അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചിടും. ഈ ഹൂ കെയർസ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നോബഡി കെയർസ് ഇൻ അവർ സിസ്റ്റം എന്നുള്ളതാണ് പച്ച യാഥാർത്ഥ്യം. നോബഡി ബോദേഴ്സ് ആൻഡ് നോബഡി കെയർസ്. തങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പരാതിയോ പ്രശ്നമോ ഉണ്ടാവുമെന്ന് പോലീസ് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുത്തനെ കുറിച്ചും നീതിയെ കുറിച്ചും സത്യത്തെ കുറിച്ചും നോബഡി കെയർസ്. അതാണ് അതിന്റെ, എസ്പെഷ്യലി ആണുങ്ങളുടെ കാര്യത്തിൽ നോബഡി കെയർസ് അബൌട്ട് മെൻ. ഇതാണ് അതിന്റെ ബ്ലണ്ട് ആയിട്ടുള്ള റിയാലിറ്റി. അപ്പോൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ സുനീർ ഉമ്മയുടെ ഞങ്ങൾ ഇന്ന് തൊട്ട് ഇവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നു. ഇവർക്ക് കുറച്ച് ഫൈനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളും പിന്തുണ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ വാർത്ത ദയവായി കൊടുക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇല്ലാതെ നിങ്ങളോട് മാത്രമേ ഇനി പറയാനുള്ളൂ. വേറെ പോലീസുകാരോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല, കോടതി പറഞ്ഞാൽ എത്ര നാൾ വേണ്ടി കേൾക്കുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സുനീർ നമ്മയുടെ കാര്യവും മറ്റും വീഡിയോ ആയിട്ട് കൊടുക്കണം. ഞങ്ങൾ ഇങ്ങോട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു സാമ്പത്തിക പിന്തുണ ഇവർക്കും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എത്രയാണെന്ന് നമുക്കറിയില്ല, കിട്ടുന്നത് പോലെ അവർക്ക് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ദീപകിന്റെ വീട്ടിൽ പറഞ്ഞതിന്റെ ഇരട്ടി നമുക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും സുനീറിന്റെ ഫാമിലിക്കും കൂടെ സപ്പോർട്ട് കിട്ടണം. അതോടൊപ്പം ഈ 26 ലക്ഷം രൂപയുടെ ഒക്കെ കള്ളക്കേസ് ഇവർക്കെതിരെ വന്നതിൽ അറ്റ്ലീസ്റ്റ് പോലീസുകാരും TVയിലെങ്കിലും കാണുമ്പോൾ ഇത് ചെയ്യരുത്, അനീതിയാണെന്നെങ്കിലും കരുതണം. കാരണം നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന്, ജീവിതം അവസാനിപ്പിക്കലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷനെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.